ഹായ് ഗൈസ്, ഇന്ന് നമുക്ക് രാത്രി ഒരു ഓട്ടം കേട്ടോ. ആ ഓട്ടം പോണത് നമ്മൾ ഈ നെക്സോൺ ആയിട്ടാണ്. നിങ്ങൾ വിചാരിക്കും ഇപ്പം രാത്രി ഓട്ടത്തിന് എന്തിനാണ് ഇപ്പം കാണിക്കണത്. അപ്പോൾ ഈ വണ്ടിയുടെ മുകളിൽ ആകെ പൊടിയാണ്. ഞാൻ ഈ വണ്ടി ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് എൻ്റെ വീട്ടിലാണ്. അപ്പം നമ്മളിപ്പോൾ ഈ ബക്കറ്റും കപ്പൊക്കെ എടുത്തിട്ട് ഈ വണ്ടി ഒന്ന് കഴുകി വൃത്തിയാക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് ഇന്ന് ഓട്ടമുള്ളത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ നെക്സോൺ ആയിട്ട് പോണത് എയർപോർട്ടിലേക്കാണ്. അങ്ങനെ വണ്ടിയെല്ലാം നമ്മൾ സോപ്പിട്ട് പതപ്പിച്ച് നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് കഴുകിയിട്ടു കേട്ടോ. സമയം അങ്ങനെ 7 മണിയായി. 7 മണിക്കാണ് ഞാൻ ഇറങ്ങണത്. നമ്മളിപ്പോൾ എയർപോർട്ടിൽ നിന്നുള്ള ഒരു പേപ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, 2 പേപ്പർ. എന്താണെന്ന് വെച്ചാൽ നാളെ ബന്ധാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി വഴിയിൽ വല്ല പ്രശ്നമില്ലാണ്ടിരിക്കാൻ ഈ എയർപോർട്ടോട്ട് എങ്ങനെയാ വെച്ചാൽ ഇന്ന് നമ്മൾ പോയിട്ട് ഈ കാറിൻ്റെ ഓണർ ഇന്ന് 9 മണിക്ക് വരും. പിന്നെ ഈ കാറിൻ്റെ ഓണറിൻ്റെ വൈഫ് നാളെ മോർണിംഗ് ആണ് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നെടുമ്പാശ്ശേരിയിൽ സ്റ്റേ ചെയ്തിട്ട് നാളെ പുള്ളിയുടെ വൈഫിനെ വിളിച്ചിട്ടാണ് നമ്മൾ ഗുരുവായൂർക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ പോണത് തൃശ്ശൂർ വഴിക്കാണ്. തൃശ്ശൂർ കേച്ചേരി നല്ല ബ്ലോക്കാണ് നമുക്കിപ്പോൾ കിട്ടിയത്. 9:30 ആയപ്പോൾ തന്നെ നമ്മൾ ആ ചേട്ടനെ പിക്ക് ചെയ്തു കേട്ടോ. പിക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ ആലുവയിലുള്ള ഇഫ്താർ ഹോട്ടലിലേക്ക് വന്നിക്കാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാൻ എന്താ കാരണം വെച്ചാൽ നമ്മുടെ കൂടെയുള്ള ചേട്ടൻ ഇവിടെ കുറേ കാലം വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഹോട്ടലിലാണ് പണ്ടൊക്കെ വന്ന് ഭക്ഷണം കഴിച്ചിരുന്നെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വന്നതാണ്. നമ്മളിവിടെ നിന്ന് അൽഫാമാണ് കഴിച്ചത് കേട്ടോ. സമയം അങ്ങനെ 11:30 ആയി. 11:30 ആയപ്പോൾ നമ്മുടെ എയർപോർട്ടിനടുത്തുള്ള സഫേർ ഹോട്ടലിലാണ് നമ്മൾ ഇന്ന് റൂം എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇന്ന് ഈ ഒരു രാത്രി നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് സഫേർ ഹോട്ടലിലാണ്. നമ്മൾ ഈ റൂമിലാണ് ഇന്ന് നിൽക്കാൻ പോണത് കേട്ടോ ഗൈസ്. നെക്സ്റ്റ് മോർണിംഗ് 6:45 തന്നെ ആ ചേച്ചി വിളിച്ചു ആ ചേട്ടനെ. അപ്പോൾ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എയർപോർട്ടിലേക്ക് പോവുകയാണ്. ഇന്ന് ഭാരത് ബന്ദ് ആണെങ്കിലും അത്യാവശ്യം വണ്ടികളൊക്കെ ഓടുന്നുണ്ട്. എയർപോർട്ടിന്റെ ഇവിടെ ഭാരത് ബന്ദ് ഒന്നും ഉള്ളതുപോലെ തോന്നുന്നില്ല. ഫുൾ നോർമലായിട്ട് തന്നെയാണ് എല്ലാതും ഉള്ളത് കേട്ടോ. അങ്ങനെ അവിടുന്ന് നേരെ എയർപോർട്ടിൽ കയറി. എയർപോർട്ടിൽ നിന്ന് അറൈവൽ പിക്കപ്പിന്റെ അവിടുന്ന് ആ ചേച്ചീനെ പിക്ക് ചെയ്തു കേട്ടോ. വരുന്ന വഴിക്ക് നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഇറാനി ചായയാണ് കുടിച്ചത്. കാരണം എന്താ വെച്ചാൽ ഇനി പോകുന്ന വഴിക്കൊന്നും ഹോട്ടൽ കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇറാനി ചായ കുടിച്ചിട്ട് നേരെ വിട്ടത് ഗുരുവായൂർക്കാണ്. ഏകദേശം 8:30 ആയപ്പോൾ തന്നെ നമ്മൾ ഗുരുവായൂരെത്തി. ഇപ്പോൾ നമ്മൾ വീടിൻ്റെ അവിടേക്ക് എത്താറായി ഏകദേശം. വരുന്ന വഴിക്ക് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ സേഫായിട്ട് നമ്മൾ ഗുരുവായൂരെത്തി. അങ്ങനെ അവരുടെ വീട്ടിൽ വണ്ടി കയറ്റിയിട്ടിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് നടന്നു ഗൈസ്. ഇന്നത്തെ ഓട്ടം കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്തൊരു ഹോട്ടലിലൂടെ കാണാം.